ഹായ്, നമസ്കാരം. എല്ലാവരോടും ഒരു ബിഗ് ഹായ്. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് സുമതി വളവിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രൊമോഷൻ തിരുവനന്തപുരത്ത് തുടങ്ങാൻ. അപ്പോൾ ഒരുപാട് സ്പെഷ്യലാണ് ട്രിവാൻഡ്രം. എൻ്റെ ആദ്യ തുടക്കകാലങ്ങളിൽ കുറേ 2-3 പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോൾ ഓഫ് ട്രാവൻകൂർ തന്നെ തേരാപ്പാര നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ചോദിച്ച പോലെ രോമാഞ്ചത്തിൽ അനാമിക, ബ്രഹ്മയുഗത്തിൻ്റെ ചാത്തലും, പിന്നെ ഇപ്പോൾ സുമതി വളവിലെ സുമതിയായിട്ട് ഇത് ഞാൻ മനഃപൂർവ്വം വിളിച്ചു വരുന്നതല്ല, നിങ്ങൾ എഴുതി വരുന്ന കഥകളിലൂടെ ചെയ്യുമ്പോൾ ആയിപ്പോകുന്നതാണ്. അപ്പോൾ ഫാൻറ്റസി എന്ന് പറയാനായിട്ട് ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകളും ചില ആൾക്കാർ അനുഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് അത് നമ്മൾ അല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ കണ്ട വിഷൻ എന്താണെന്ന് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് കുറച്ചധികം നല്ല കലക്കൻ രീതിയിൽ വിഷ്ണു ചേട്ടനും പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ DOP ആയ ശങ്കർ സാർ മറ്റേ രാക്ഷസ് എന്ന തമിഴ് പടത്തിൻ്റെയൊക്കെ DOP ആണ്. അപ്പോൾ അങ്ങനെ വലിയ പടങ്ങളൊക്കെ ചെയ്താണ് ഈ പടത്തിൽ ജോയിൻ ചെയ്ത് നല്ല രീതിക്ക് നല്ല അടിപൊളി വിഷ്വൽ ട്രീറ്റാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അത് തിയേറ്ററിൽ വരുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ അതുള്ള ഇപ്പം ഞാനായിട്ട് വിളിച്ച എല്ലാ സുമതിയും 2019 കേട്ട കഥയാണ് ആക്ച്വലി സുമതി വളവ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം എല്ലായിടത്തും പറഞ്ഞ കാര്യമാണ്. അന്ന് ഞങ്ങൾ വെച്ച് പ്രൊഡ്യൂസർമാരില്ലാത്തതുകൊണ്ട് ഈ പടം നടക്കാതെ ആയിരുന്നു. പക്ഷെ അത് ഒരു രീതിയിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അതിനുശേഷം മാളികപ്പുറം ഇറങ്ങി സക്സസ് ആയി. അപ്പോൾ ഇവർ ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ വിശ്വസിച്ച് ഒരു പടം ഏൽപ്പിക്കുക എന്നുള്ള രീതിയായി. അപ്പം അതുകൊണ്ട് ഈ സുമതി വളവ് ഇത്രയും വൃത്തിയായിട്ടും പ്രതീക്ഷയേക്കാളും അപ്പുറം നല്ല രീതിക്ക് ഈ പടം വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത് പ്രൊഡ്യൂസറാണ് നമ്മുടെ വെള്ളം മുരളി, ഓട്ടോമാൻ പ്രൊഡക്ഷൻസ്. അപ്പോൾ മുരളിച്ചേട്ടനുള്ളത് കൊണ്ടും നമുക്ക് ഇവർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്ന സ്ട്രെസ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഡയറക്ഷൻ സൈഡായാലും ടീം ഉണ്ടായിരുന്നു നല്ല രീതിക്ക്. അപ്പോൾ അതെല്ലാം ഭയങ്കര ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പടം ചെയ്തതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബാക്കി ഇപ്പോൾ ഇനി VFX പരിപാടിയൊക്കെ തരുമ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണേ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരു TV ഇരുന്ന് കാണാനും മൊബൈൽ ഫോണിൽ നിന്ന് കാണാനായിട്ട് ചേട്ടാ ഇവിടെ ഇത്ര നേരം എത്ര ആൾക്കാർ സംസാരിക്കണം, ഒന്നും മൈൻഡ് ചെയ്യണം, 2 മിനിറ്റ് ഒന്ന് കേട്ടിരിക്കണം പ്ലീസ്, ഇപ്പം തന്നെ പോകും, പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്ന് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്.